അടുക്ക റസ്ക ഇപ്പോൾ ആളുകളുടെ അല്ലെങ്കിൽ വയനാട്ടിലെ ജനതയുടെ കണ്ണിൽ പൊടിയിടുന്ന ഇത്തരം കോപ്രായങ്ങൾ പോരാ. ഇപ്പോൾ രാധയുടെ കുടുംബത്തിന് 11 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. മന്ത്രി OR കേളു വീട്ടിലെത്തി 5 ലക്ഷം രൂപയുടെ ചെക്ക് ഇപ്പോൾ കൈമാറിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രശ്നം തീരുമോ? നോക്കൂ, ഇത് അഡ്രസ്സ് ചെയ്യേണ്ട രീതിയിൽ ഈ വിഷയം അഡ്രസ്സ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ രാംദാസ് പറഞ്ഞതും സ്റ്റാലിൻ പറഞ്ഞതും ഏകദേശം ഒരേ കാര്യങ്ങളാണ്. ഇതിന് കൃത്യമായിട്ടുള്ളൊരു പദ്ധതി തയ്യാറാക്കേണ്ടതാണ്. എങ്ങനെയാണ് ഈ വയനാടൻ ജനത അഭിമുഖീകരിക്കുന്ന ഈ പ്രശ്നങ്ങൾ, വന്യജീവി ആക്രമണം കൊണ്ട് അവർക്കുണ്ടാകുന്ന കെടുതികൾ, അത് എങ്ങനെ അതിനെ നേരിടണം എന്ന് കൃത്യമായി അതിനൊരു പദ്ധതി എന്തുകൊണ്ട് ആവിഷ്കരിക്കുന്നില്ല? ഭരണകൂടത്തിന് നേരെ തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. മാത്രമല്ല, ഉദ്യോഗസ്ഥർക്ക് ഇതിലൊന്നും താല്പര്യമില്ല. നോക്കൂ, കേരളത്തിലെ IFS ഉദ്യോഗസ്ഥർ അവർ സുഖിമാന്മാരായിട്ട് ഇരിക്കുകയാണ്. പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല. അവരെയെങ്കിലും ഉത്തരവാദപ്പെട്ട 1-2 പേരെയെങ്കിലും ഏൽപ്പിക്കേണ്ടതല്ലേ ഇത്? ഒരു പ്രശ്നവും പരിഹാരമില്ലാതെ കിടക്കുന്നില്ല. പക്ഷേ ആ പരിഹാരം കണ്ടെത്തേണ്ടത് ഉദ്യോഗസ്ഥരാണ്. അതിന് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കേണ്ടത് ഭരണകൂടമാണ്. അതല്ലേ വേണ്ടത് അഡ്വക്കേറ്റ് അസ്ക? അന്നത്തെ ഇതിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വരുന്നത്, നമ്മളൊരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുമ്പോൾ മാത്രമാണ് ആ പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. മറിച്ച് ഇതിനെ എങ്ങനെ ശാശ്വതമായി പരിഹരിക്കാൻ കഴിയും? ഉദാഹരണത്തിന്, കേരളത്തിൽ വലിയ തോതിൽ വനവൽക്കരണത്തിന്റെ ഭാഗമായി നടത്തിയിട്ടുള്ള സോഷ്യൽ ഫോറസ്ട്രി വലിയൊരു പരാജയമായിരുന്നു തുറന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഇപ്പൊ വയനാടിനെ തന്നെ വന്നിട്ടുള്ള കൊന്നയുടെ സംഭവങ്ങളൊക്കെ തന്നെ അനുഭവസ്ഥരും ഈ ഗോൾഡൻ കൊന്ന അല്ല, ഇത് ആര് നിർദ്ദേശിച്ചാലും ഇപ്പൊ അക്കേഷ്യ മരങ്ങൾ വ്യാപകമായി നാം സോഷ്യൽ ഒരു കാലത്ത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ അതായിരുന്നു. അപ്പൊ സ്വാഭാവികമായും ഇത്തരം അശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ നടത്താതെയും അശാസ്ത്രീയമായിട്ടുള്ള വനവൽക്കരണം നടത്തിയത് മൂലം ഉണ്ടായിട്ടുള്ള പ്രതിസന്ധിയാണ് ഒരു വശത്ത്. മാത്രമല്ല, ഇത് നമ്മുടെ രാജ്യം നേരിടുന്ന മാത്രം പ്രതിസന്ധിയല്ല, കാലാവസ്ഥാ വ്യതിയാനം ഒരു വലിയ പ്രശ്നം തന്നെയാണ്. അതുപോലെ ഭക്ഷണ ലഭ്യത കുറവ്. എന്തുകൊണ്ട് വനങ്ങൾക്കുള്ളിൽ ഭക്ഷണ ലഭ്യത? നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളത് മനുഷ്യനും പ്രകൃതിയുമായി നടത്തുന്ന വലിയ യുദ്ധത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് ഇപ്പോൾ വന്യമൃഗങ്ങളും മനുഷ്യനും തമ്മിൽ ഈ യുദ്ധം നടക്കുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇതിനെ പരിഹരിച്ചേ മതിയാകൂ. ഇത് പരിഹരിക്കുന്നതിനാവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ മുന്നിലുണ്ടോ? ആ പഠനങ്ങൾ എങ്ങനെയൊക്കെ തന്നെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളൊരു പ്രശ്നം നമ്മുടെ മുന്നിലുണ്ട്. അല്ലാതെ ഈ വന്യജീവികൾക്ക് ഭക്ഷണം ലഭിക്കുന്നില്ല, അവർക്ക് വെള്ളം ലഭിക്കുന്നില്ല, സ്വാഭാവികമായിട്ടും അവർ ഇരതേടി നാട്ടിലേക്ക് വരുന്നു അല്ലേ? മാത്രമല്ല, ഇവിടെ വനം കയ്യേറ്റം അതുകൂടി ചർച്ച ചെയ്യേണ്ടതല്ലേ? നിശ്ചയമായി അതുകൊണ്ട് ഈ വനം കടന്നു കയറി വനം നശീകരണം നടത്തുകയും പുൽമേടുകൾ നശിപ്പിച്ചുകൊണ്ട് അവിടെ കൃഷി ഇറക്കാനും മറ്റു തരത്തിലുള്ള വിനോദസഞ്ചാരത്തിന്റെ ഭാഗമായി റിസോർട്ടുകളും മറ്റും സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും വന്യജീവികൾക്ക് വലിയ തോതിൽ അസ്വസ്ഥതയും വന്യജീവികളുടെ ആവാസ വ്യവസ്ഥയെ വല്ലാതെ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ നിസ്സാരവൽക്കരിക്കാൻ കഴിയില്ലല്ലോ. ഗാഡ്ഗിലിന്റെ റിപ്പോർട്ടുകൾ ഇത് സർക്കാർ കാണുന്നില്ലേ സാർ? അല്ല, നിശ്ചയം ഞാനും താങ്കളും വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ തടയാൻ പറ്റില്ല. ഇപ്പൊ പറഞ്ഞതുപോലെ വനം കയ്യേറി റിസോർട്ടുകൾ, അനധികൃതമായിട്ട് റിസോർട്ടുകൾ നിർമ്മിക്കുന്നത് നമുക്കറിയാം. വയനാട്ടിലെ ദുരന്തമല്ലേ, അതിൻ്റെ ആഘാതത്തിൽ നിന്ന് ഇപ്പോൾ പോലും അവർ മുക്തരായിട്ടില്ല. നോക്കൂ, എന്നിട്ടും ഇപ്പോഴും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന റിസോർട്ടുകളുണ്ട്. ആരാണ് ഇതൊക്കെ തടയിടേണ്ടത്? അല്ലെ, ഇത് ഏതെങ്കിലും ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിലെത്തുന്ന സർക്കാരിനെ മാത്രം പ്രതിസന്ധിയായിട്ട് അല്ലെങ്കിൽ സർക്കാരിന്റെ പരിമിതിയായി മാത്രം ഇതിനെ വിരൽ ചൂണ്ടാനാവില്ല. ഇതൊരു ഭരണകൂടം എന്ന് പറയുന്നത് ഒരിക്കലും മാറുന്നതോ മാറ്റം ഉണ്ടാവാൻ പോകുന്നതോ ആയിട്ടുള്ള ഒരു വസ്തുതയല്ല. ആ ഭരണകൂടത്തിന്റെയും ആ വ്യവസ്ഥിതിയുടെയും കൂടി പ്രശ്നമാണ്. ഞാനും നിങ്ങളും അടങ്ങുന്ന മുഴുവൻ ആളുകൾക്കും ഈ ബോധ്യം വരുന്ന ഘട്ടത്തിൽ മാത്രമേ ഇതിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയൂ. അല്ലാതെ ഈ ഭരണകൂടങ്ങൾ അങ്ങനെ ബോധ്യം വരുന്നുണ്ട്. ഇപ്പൊ എനിക്കും താങ്കൾക്കൊക്കെ ബോധ്യം വരുന്നുണ്ട്. പക്ഷേ ഈ നടപടി എടുക്കേണ്ടത്, അല്ലെങ്കിൽ അതായത് ഈ ഒരു ജനതയുടെ വികാരം മാനിച്ചുകൊണ്ട് അതിൽ കൃത്യമായി ഇടപെട്ട് അതിനൊരു തീർപ്പുണ്ടാക്കേണ്ടത് സർക്കാരാണ്. എനിക്കോ താങ്കൾക്കോ അത് പറ്റില്ല. ഇപ്പോൾ ഈ പാനലിൽ ഇരിക്കുന്നവർക്കും അത് സാധ്യമല്ല അല്ലേ? അറ്റ്ലീസ്റ്റ് ഏറ്റവും ചുരുങ്ങിയ പക്ഷം ഇതുമായി ബന്ധപ്പെട്ട് പഠിച്ച ആൾക്കാരുകൾ, ഇപ്പം ഫോർ എക്സാമ്പിൾ തന്നെ ഇപ്പോൾ രാംദാസ്, അദ്ദേഹം എത്രയോ കാലമായിട്ട് വയനാട്ടിൽ മാധ്യമപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അതുപോലെ സ്റ്റാലിൻ, അദ്ദേഹം പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോൾ കേന്ദ്ര സർക്കാരിന്, കേന്ദ്രമന്ത്രിക്ക്, കേന്ദ്ര വനവകുപ്പ് മന്ത്രിക്ക് കുറേ 11 നിർദ്ദേശങ്ങൾ നൽകി. ഉടൻ തന്നെ അതിൽ നടപടി ഉണ്ടായി. പക്ഷേ ഇവിടെ വന്നിട്ട് ആ ഫയൽ ഇപ്പോഴും അനങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്.
അല്ല, അത് സ്റ്റാലിൻ പറഞ്ഞ അനുഭവങ്ങളെ സംബന്ധിച്ച് സ്റ്റാലിനും അതുപോലെ തന്നെ അവിടുത്തെ പരിസ്ഥിതി പ്രവർത്തകരും വെച്ചിട്ടുള്ള നിർദ്ദേശങ്ങളുടെ ശാസ്ത്രീയ പഠനം കൂടി ആവശ്യമുണ്ട്. പലപ്പോഴും പരിസ്ഥിതി പ്രവർത്തകർ എന്ന നിലയിൽ പലപ്പോഴും ചില നിർദ്ദേശങ്ങൾ വെക്കാറുണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ പ്രായോഗികമാണോ എന്നുള്ളത് കൂടി അല്ല, അതൊന്ന് പരിശോധിക്കണം. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം. അസ്കർ, ഒരു മിനിറ്റ് അസ്കർ. സ്റ്റാലിൻ, എന്തൊക്കെയാണ് ആ നിർദ്ദേശങ്ങൾ എന്നുള്ളതും ആ നിർദ്ദേശങ്ങളുടെ പ്രായോഗിക തലവും കൂടി ഒരു പരിശോധിക്കപ്പെടണം. മിനിറ്റ് അസ്കർ, ഒരു മിനിറ്റ്.